വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ഫസ്റ്റത്തെ സോളോ ട്രിപ്പല്ല, നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഞാൻ മാത്രം തനിയെ ചെന്നൈ ടു കേരള അങ്ങനെ പോവാണ്. കാരണം ഏട്ടൻ തനിയെ പോയി, ചേട്ടനൊരു അത്യാവശ്യമുള്ളതുകൊണ്ട് ഏട്ടൻ പോയി. അപ്പം ഞാൻ ഈ വട്ടം തനിയാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് കേരളയ്ക്ക് പോകാൻ പോണത്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഞാൻ കാണിച്ചു തരാം. തനിയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്, അല്ല ഡേ ഇൻ മൈ ട്രാവൽ. ഇതാണ് ഞാൻ ഇട്ടേക്കണ ഔട്ട്ഫിറ്റ്. നല്ല കോട്ടൻ്റെ ഒരു ടോപ്പാണ് ഇട്ടേക്കണം. കാരണം ഭയങ്കര ചൂടാണ്. ചെന്നൈയിൽ ചൂട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കേരളത്തിലും ഭയങ്കര ചൂടാന്ന് കിട്ടും. അപ്പം ഞാൻ എന്തായാലും ഇതാണ് ഇപ്പോൾ ചൂസ് ചെയ്തേക്കണത്. അപ്പം ദേ ഒരു 6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. ഇനി നേരെ ഊബർ ബുക്ക് ചെയ്യുന്നു, അവിടേക്കൊരു ട്രെയിൻ പിടിക്കുന്നു. അവിടെ നേരെ ചെന്നൈ സെൻട്രലിൽ പോകുന്നു, സെൻട്രലിൽ നേരെ കേരള. ഫസ്റ്റ് ടൈമാണ് ഞാൻ തനിയെ ഒറ്റയ്ക്ക് പോണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഷൂ ഒക്കെ ഇടാനായിട്ട് അവിടെ ഇരുന്നു. ഷൂവും സോക്സൊക്കെ ഇട്ട് തണുപ്പൊന്നും അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഭയങ്കര സെറ്റപ്പ് ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. കാരണം ഫാനിൻ്റെ ചൂട്ടിലാണല്ലോ നമ്മൾ എപ്പോഴും കിടക്കുക, അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ എനിക്ക് ഓൾറെഡി കോൾഡൊക്കെ ഉണ്ട്, അപ്പോൾ തണുപ്പടിച്ചിട്ട് അങ്ങനെ ഒന്നും വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഫുള്ള് സെറ്റായിട്ടാണ് പോരുന്നത്. അങ്ങനെ ഷൂവും ചെരുപ്പൊക്കെ ഇട്ട് ഫുൾ സെറ്റായി ഊബർ വയ്ക്കാൻ പോവാണ്. നമ്മൾ ഊബറിൽ കയറി. ഞാൻ ഊബർ പിടിച്ചത് MTSൻ്റെ അവിടെ, വെള്ളാശ്ശേരിയുടെ അവിടെ എത്താറായിട്ടുണ്ട്. ഭയങ്കര ട്രാഫിക്കാണ്, ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ വന്നു. നമ്മൾ മെമു എടുത്ത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നേരെ ഞാൻ സെൻട്രലിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് കറക്റ്റ് ഒരു 8:30 ആയപ്പോഴാട്ടോ എത്തി. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഓടിപ്പടിച്ചാണ് ഞാൻ കയറിയത്. അങ്ങനെ സംഭവം 8:50 ആണെന്നാലും നമ്മൾ കറക്റ്റ് ടൈമിന് എത്തണമല്ലോ. അങ്ങനെ 8:50 ആയപ്പോൾ കൃത്യമായിട്ട് ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷെയറിങ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു, RAC ആയിരുന്നു. രാവിലെ ആയിട്ടുണ്ട്, പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് വന്നു. വേണം എൻ്റെ വീട്ടിലെത്താനായിട്ട് കേട്ടോ. അപ്പോൾ ബസ്സിലൊരു 15 മിനിറ്റോളം പോകാനുണ്ട്. ബസ്സിന് പോയി പാട്ടൊക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ പോയി. അപ്പം കുറേ നാളായിട്ട് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിട്ട്, നോർമൽ നമ്മുടെ ഓർഡിനറി ബസ്സായിരുന്നു. അങ്ങനെ അതിലൊക്കെ കയറി അത് കഴിഞ്ഞ് നേരം നമ്മൾ ഒരു ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാവൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തന്നെ നമ്മൾ പോയി വരുന്നത് ഒരടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. പിന്നെ നമ്മൾ വഴിയിൽ കണ്ട നമ്മുടെ റോഡ്, നമ്മുടെ പാടം, നമ്മുടെ തോട്, ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ കുറേ നേരം പുറത്തൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ഈ തോടും പാലവും കനാലൊക്കെ കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പോണ വഴിയിൽ തന്നെയാണ് ഈ ഒരു കൊയ്ത്തുപാടും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നേരെ എൻ്റെ സ്കൂൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, മയൂർ സ്കൂൾ. അപ്പോൾ ഞാൻ നേരെ അത് കഴിഞ്ഞിട്ട് ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും ലോങ് ഒരു ജേർണി ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കും. നേരെ ഞാൻ ഇനി വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട് ഇതാണ്. ആരില്ലേ ഇവിടെ? എത്തി ഗൈസ്.
മപ്രാണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. നല്ല കോൾഡൊക്കെ കുടിച്ചിട്ടാ ഗൈസ്.